ഒരു മിനിറ്റ് ഞാനേ ഈ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്താ റെക്കോർഡൊക്കെ ചെയ്യണത്? പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പോണ കാര്യം എന്താണെന്നെങ്കിലും വലിയൊരു സംഭവം ആവുന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ല. സംഭവം ആക്കണേ ഇൻഷാല്ലാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഏതായാലും ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങള് മൊബൈലിലൊന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സിനോടും കൂടെ ഒന്ന് പറയാം. ഓക്കെ. മീഡിയ മാസ്റ്ററി എന്ന് പറഞ്ഞ എൻ്റെ ഒരു പേജ് ഉണ്ടല്ലോ, അതിലൊരുപാട് എൻക്വയറി, ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി, AI, ഫോട്ടോഗ്രാഫി ബിസിനസ് ഒക്കെ പഠിക്കാൻ ഒരുപാട് എൻക്വയറി ഉണ്ട്. അത് മാറ്റിയിട്ടൊരു ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാലോ എന്ന് അറിയിക്കണം. ഈ അതിന് കൂടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമുക്ക് സ്പെഷ്യലായിട്ട് അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫുൾ സ്പെഷ്യാലിറ്റിയാണ് പറയുള്ളത്. നമ്മൾ വെറുതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നുള്ളതല്ല. ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് അത് പക്ക 100% അല്ലെങ്കിൽ 80% പ്രാക്ടിക്കലും ഒരു 20% തിയറിയാണ് കൊടുക്കുക. ഫുൾ ടൈം ഇവർക്ക് പ്രാക്ടിക്കൽ കൊടുത്തിട്ട് ഫീൽഡിലേക്ക് പക്ക പ്രൊഫഷണലാക്കിയിട്ട് ഇറക്കുന്ന രീതിയിൽ ഇവർ പഠിച്ചിട്ട് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഫീസ് 100% അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇനി പഠിപ്പിച്ചിട്ട് നേരെ ഫീൽഡിലേക്ക് വെറുതെ ഇറക്കി വിടല്ല, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ഇവർ പഠിച്ചു പോയാലും അവർ നമ്മളെ പാർട്ടാണ്. അതായത് പഠിച്ചു പോയവരും വളർന്ന് വലിയൊരു കമ്മ്യൂണിറ്റി. ഫോട്ടോഗ്രാഫിയുടെ ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറണം. ഇനിയും സ്പെഷ്യാലിറ്റി കുറേ ഉണ്ട് പറയാനുണ്ട്. ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ പറഞ്ഞ ലെവലിലും എൻ്റെ കോൺഫിഡൻസ് ലെവലും ഈ ലെവലുണ്ടെങ്കിൽ എന്താ സംശയം? കോൺഫിഡൻസിന് ഒരു ഡൗട്ടും വേണ്ട. ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു വെറുതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, എല്ലാവർക്കും ഒരു ഉപകാരമുള്ള രീതിയിൽ ഇത് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനും താല്പര്യമുള്ള എല്ലാവർക്കും നമ്മളെ കൂടെ ജോയിൻ ചെയ്യാം. അങ്ങനത്തെ ഒരു പ്ലാനാണ്. എന്താ എൻ്റെ അഭിപ്രായം? എന്താ സംശയമില്ല, നമ്മൾ അടിപൊളിയാക്കും. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മീഡിയ മാസ്റ്റർ നിലവിൽ എൻ്റെ കോഴ്സുകൾ ആൾറെഡി പോയിക്കൊണ്ടിരിക്കും. അതുണ്ട്, ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതല്ലാതെ ഇതൊരു കമ്മ്യൂണിറ്റി, ഇത് താല്പര്യമുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പരിപാടി. അങ്ങനെയാണെങ്കിൽ പുതിയൊരു പേജ് നമുക്ക് തുടങ്ങാം. മീഡിയ മാസ്റ്റർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇന്ന് നമ്മൾ തുടങ്ങി. അതിൽ ഒരു അനൗൺസ്മെന്റ് ആണ് ഈ വീഡിയോ ഒന്ന് കൂടിയോ. ഓക്കെ. ഇതോടുകൂടി നമ്മളെ താല്പര്യമുള്ള ആർക്കും നമ്മളെ കൂടെ ഫോളോ ചെയ്തിട്ട് കൂടാം. ഒരുമിച്ചൊരു പരിപാടി. എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും അടിപൊളിയാക്കാൻ പരിപാടി. എന്താണെങ്കിലും എന്താ പ്ലാൻ എന്ന് പറഞ്ഞു, ക്യാമറയ്ക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. പ്ലാൻ ഇപ്പം എന്താ എന്നെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ മുനീർ ബാബുവിൻ്റെ ഒരു മീഡിയ മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സും ഒരു കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മളത് ഓൺലൈനും ഓഫ്ലൈനും കൂടെ കൂടിയിട്ടുള്ള ഒരു പരിപാടി അല്ലേ? ഒരുപാട് ആളുകളൊക്കെ കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് 100% സക്സസ് ആവും, സംശയമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആളുടെ കോൺഫിഡൻസ് ലെവലിനനുസരിച്ചാണ് ഒരു പദ്ധതിയുടെ വിജയം. ആ കാര്യത്തിൽ ഈ 100% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കട്ടക്ക് നമ്മൾ ഡീലാണ്. ഇനി വേറെ ഒന്നുമില്ല. ഇനി ബാക്കി എങ്ങനെയാണെന്ന് താല്പര്യമുള്ള ആൾക്കും പേജ് ഫോളോ ചെയ്യാൻ പറയാം, കൂടെ കൂടാനും പറയാം. അപ്പം ഞങ്ങൾ എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീഡിയ മാസ്റ്ററി ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു പേജ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ഇതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആർക്കും ആണെങ്കിലും കൂടെ കൂടാം അല്ലേ? പഠിക്കാനും പഠിപ്പിക്കാനും അല്ലേ? അങ്ങനെയല്ല, പഠിക്കാനും പഠിപ്പിക്കാനും താല്പര്യമുള്ള ആൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളോടൊപ്പം കൂടാം. ഇത് വലിയൊരു സംരംഭത്തിലേക്കുള്ള പോക്കാണ്. നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പുറത്തു അല്ലേ? ഓക്കെ, സെറ്റ്. അപ്പോൾ ബാക്കി നമ്മൾ പിന്നീട് അപ്ഡേഷനുകൾ അറിയിക്കും. ഓക്കെ.